50 ഗ്രാം കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 50 ഗ്രാം മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 50 ഗ്രാം ചിക്കൻ മസാല എല്ലാം കൂടി നന്നായി ചൂടാക്കി. പൊടികളെല്ലാം തന്നെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറ് വരും വിധം വേണം ചൂടാക്കാൻ. കരിയാൻ പാടില്ല. ഈ ഒരു അളവിലാണ്, ഈ ഒരു നിറത്തിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. ഒരു നാളികേരം മുഴുവനായിട്ടും പൂണ്ടെടുത്തിട്ടുണ്ട്. ഇതേപോലെ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 തക്കാളിയും കുറച്ച് ചെറിയുള്ളിയും 4 പച്ചമുളകും 2 വലിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. 2 തക്കാളിയിലത്തെ ഒരെണ്ണം ഇങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട്. സവാളയും സവാളയുടെ കൂടെ ഒരു 3-4 ചെറിയുള്ളിയും കൂടെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അരയ്ക്കാനുള്ള സാധനങ്ങളാണിത്. ഇത് 1 കഷ്ണം ഇഞ്ചിയും 1 തക്കാളിയും ബാക്കിയുള്ള ചെറിയുള്ളിയും നമ്മൾ അരച്ചാണ് എടുക്കുന്നത്. കറിവേപ്പിലയും മല്ലിയിലയും കൂടി. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയുള്ളി എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തക്കാളിയും അതോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും. വെളുത്തുള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി വലിയ കഷ്ണം നുറുക്കിയതും കൂടി. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും കൂടി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അലുമിനിയം ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഏകദേശം 1/2 ലിറ്ററോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2.5 കിലോ കോഴിയിറച്ചിയാണ് ചെറുതാക്കി നുറുക്കിയെടുക്കുന്നത്. ഉരുളിയിലെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുകിപ്പോൾ മുഴുവനായും പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നാളികേരക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ബ്രൗൺ നിറമായിട്ടുണ്ട്. അതിലേക്ക് വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വലിയ ഉള്ളി ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കുകയാണ്. ഈ പൊരിഞ്ഞിടാൻ വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇറച്ചിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വെച്ച തക്കാളിയും പച്ചമുളകും കൂടി ഈ മൊരിഞ്ഞ് വന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാതും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും ചതച്ചതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെച്ച ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിൻ്റെ പച്ചമണം പോകാനാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇറച്ചി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ചൂടാക്കിയ പൊടികളാണ് കൊട്ടി കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും പിടിക്കും വിധം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇറച്ചിയുടെ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ലിറ്റർ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കഴുകിയെടുത്ത മല്ലിയില ചെറുതാക്കി പിച്ചിപ്പറിച്ചിട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് തിളച്ച് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരണം. ഇപ്പം 3/4 വേവോളം വെന്ത് കഴിഞ്ഞു. 3/4 വേവോളം വെന്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇറച്ചി നല്ല കളറായി വന്നിട്ടുണ്ട്. നല്ല മണമായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇറച്ചി ഇപ്പം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല കളറായിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. പലഹാരങ്ങൾക്കും ചോറിനും എല്ലാത്തിനും നല്ല രുചിയായിരിക്കും. ഇതിങ്ങനെ കനലടുപ്പത്ത് ഇരുന്ന് വേവുന്നത് കൊണ്ട് ഒരു പ്രത്യേക രുചിയാണ്.